ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്താണെന്നോ, നമ്മളെല്ലാവരും കൂടെ കണ്ണൂർ പോകുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വെറുതെ ഒരു ട്രിപ്പ്. ഈ കാണുന്നത് നമ്മുടെ മമ്പറം പാലാട്ടോ. എൻ്റെ പൊന്നെ, ഭയങ്കര വെയിലായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഒരു ഉച്ച ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മമ്പറം കഴിഞ്ഞിട്ട് പെരളശ്ശേരി എത്തിയിട്ടുണ്ട്. ഇതാണ് പെരളശ്ശേരി ടൗൺ. ആ വലത് ഭാഗത്ത് കാണുന്നതാണ് പെരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂള്. ബൈപ്പാസാണ് കേട്ടോ. ഈ ബൈപ്പാസിൻ്റെ നേരെയായിരുന്നു ആദ്യമൊക്കെ നമ്മൾ പോവാറ്. ഇപ്പോൾ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് മിംസ് ഹോസ്പിറ്റലില്ലേ, കണ്ണൂർ മിംസ്, അതിലൂടെ പോയി ചുറ്റിപ്പോയി. ഇതാണ് നമ്മുടെ മിംസ് ഹോസ്പിറ്റൽ. നമ്മൾ എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടത്തേക്കാണ് വരിക. എന്തെങ്കിലും സുഖമില്ലാണ്ടാകുമ്പോഴത്തേക്ക് ഇവിടെ ആണെങ്കിൽ മിംസിൽ തന്നെ നമ്മൾ വരാറ്. മിംസ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, BMH. അതും നല്ല അടിപൊളി ഹോസ്പിറ്റലാണ്. രണ്ടും നേരെ ഓപ്പോസിറ്റാണ് രണ്ട് ഹോസ്പിറ്റലുള്ളത്. നിങ്ങൾ ഈ ആകാശം നോക്കിയേ, എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ണൂരെത്തിയേരം ചെറിയൊരാഗ്രഹം, സ്റ്റുഡിയോയിൽ കയറാം. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ കയറി. അങ്ങനെ സ്റ്റുഡിയോ കയറിയിട്ട് നമ്മൾ കുറച്ച് സാധനമെല്ലാം വാങ്ങിച്ചിട്ടാ. നല്ല നല്ല ഐറ്റംസ് എല്ലാം ഉണ്ട്. കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. സ്റ്റുഡിയോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റേറ്റ് കുറവ് എന്നൊക്കെ വിചാരിച്ചിട്ട് കയറിയിട്ട് നോക്കുമ്പോൾ റേറ്റൊക്കെ ഉണ്ട്. സാധാരണ രീതിയിൽ റേറ്റെല്ലാം ഉണ്ട്. നമ്മൾ പോകുമ്പോൾ ഓഫറില്ലാത്ത ദിവസമാണെന്ന് തോന്നുന്നു നമ്മൾ പോയത്. കുറച്ച് സാധനം വാങ്ങിച്ചു. അങ്ങനെ സ്റ്റുഡിയോ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വെച്ച് പിടിച്ചത് സെക്യൂർ മാളിലേക്കാണ്. നമ്മൾ കണ്ണൂർ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സെക്യൂർ മാളിൽ പോകാണ്ട് നിൽക്കുകയില്ല. അങ്ങനെ സെക്യൂർ മാളിലെത്തിയിട്ട് നോക്കുമ്പം എൻ്റെ പൊന്നെ, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോകാൻ തന്നെ പറ്റുന്നില്ല. അത്രയും വണ്ടികളാണ് പാർക്കിങ്ങിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ലാസ്റ്റ് കുറേ സമയത്തിന് ശേഷം നമുക്കൊരു പാർക്കിംഗ് സ്ഥലം കിട്ടി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പ് വന്നിന്. നമ്മളെന്താക്കി, മേലത്തെ ഫ്ലോറിൽ ഫുഡ് സെക്ഷനിൽ പോയി. അവിടെ തന്നെയാണ് കുട്ടികൾക്ക് കളിക്കേണ്ട സ്ഥലമൊക്കെ ഉള്ളത്. അവിടുന്ന് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച് താഴോട്ടൊക്കെ ഇറങ്ങുക ചെയ്തേ. മാളിലെത്തിയാൽ പിന്നെ ട്രെൻഡ്സ്, മാക്സ്, അതിലൊക്കെ ഒന്ന് കറങ്ങി വന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ആദ്യം കണ്ടത് ട്രെൻഡ്സാണ്. എന്നിട്ട് ട്രെൻഡ്സിൽ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി അവിടെ നിന്ന് ഇറങ്ങി. നല്ല കളക്ഷൻസെല്ലാം ഉണ്ട് കേട്ടോ, ഒരുപാട് കളക്ഷൻസെല്ലാം ഉണ്ട്. നല്ല ഐറ്റംസ് എല്ലാം ഉണ്ട്. സ്റ്റുഡിയോ ഒന്നും എടുത്തുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും എടുത്തില്ല. ട്രെൻഡ്സ് കയറിയ സ്ഥിതിക്ക് മാക്സിലും കയറണമല്ലോ. അങ്ങനെ മാക്സിലും കയറി കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കയറിയത് നെക്സ്റ്റോ കയറിയിട്ട് കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് എഡ്വിക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളും അങ്ങനെയൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്തിട്ട് അവിടുന്ന് മെല്ലനെ ഇറങ്ങുക ചെയ്തേ. അപ്പോൾ വരുമ്പോൾ പറഞ്ഞ് നമുക്ക് മന്തി വേണമെന്ന്. അങ്ങനെ നമ്മൾ കണ്ണൂരിൽ തന്നെ ഇപ്പോൾ പുതിയതായിട്ടൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നല്ല, കുറച്ചധികമായി. അടിപൊളി മന്തി കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. വെറൈറ്റി മന്തികളുണ്ടാവില്ലേ, ഒരുപാട് വെറൈറ്റീസ്. അതിൽ നിന്ന് 2 മന്തി വെറൈറ്റീസ് നമ്മൾ വാങ്ങിച്ചു. നമ്മൾ പോകുമ്പോഴുള്ള മീൻസും ഒക്കെ വരുമ്പോഴുള്ള മീൻസും ഒക്കെ എന്ത് രസമല്ലേ, ലൈറ്റൊക്കെ വരുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ സബ് ചെയ്തു, ലൈക്ക് ചെയ്തു. മന്തി കഴിക്കാനുള്ള തിരക്കായിരുന്നു എല്ലാവർക്കും. എൻ്റെ പൊന്നെ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അടിപൊളി എന്ന് പറഞ്ഞാൽ കണ്ണൂർ വന്നാൽ ഉറപ്പായിട്ടും അവിടെ പോകണം, മന്തി ഹൗസിൽ. സൂപ്പറാണ്.